ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ കണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ എനിക്ക് ഒരു വയറ് ഉള്ള മൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് കുറേ നാൾ യൂസ് ചെയ്തു. പിന്നെ അതിൻ്റെ പിന്നൊക്കെ കുത്തിയപ്പോൾ എന്താണോ സൗണ്ട് ഇപ്പം വരുന്നില്ല. കുറേ നാളായിട്ട് എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, വയർലെസ് ആയിട്ടൊരു മൈക്ക് വേണം. അപ്പം 250 രൂപയുടെയൊക്കെ കിട്ടും. പക്ഷേ അത് ഒത്തിരി പേര് പറഞ്ഞു അത് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ശരി, പയ്യെ വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ആശയമായിരുന്നു കേട്ടോ അങ്ങനൊരു മൈക്ക് വേണം എന്നുള്ളത്. അപ്പം ഞാൻ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു ട്രൈപ്പോടെ വെച്ചിട്ട് ദൂരെ നിന്നായിരിക്കും വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോൾ പിറന്നാൾ കഴിഞ്ഞു. ആ പിറന്നാളിന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എനിക്ക് ആ ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. അപ്പം അത് നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ്. ഇപ്പം നമുക്ക് ആമസോണിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ആമസോണിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് കാര്യം എന്ന് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അത് ഒരു മൈക്കാണ്. എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതുകൊണ്ട് വാങ്ങിക്കാനിരുന്നതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട്. അപ്പോൾ എനിക്കിത് വേണ്ടപ്പെട്ട ഒരാളാണ്. അത് ഞാൻ പോകെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഏത് വീഡിയോ ഞാൻ പറയും എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെയുള്ള ഏതെങ്കിലും ഒരു വീഡിയോ പറയുന്നതിനെ പറ്റി ഭയങ്കര സന്തോഷമായി. വീഡിയോ ഹിറ്റായോ ഇല്ലയോ, എനിക്ക് കിട്ടി. ഭയങ്കര. അപ്പം നമുക്കിത് പൊട്ടിക്കാവേ. എങ്ങനെയുണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഇടതുണ്ടോ പൊട്ടിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് പൊട്ടിക്കാല്ലേ. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാല്ലേ. ഹാപ്പി ബർത്ത്ഡേ ദീപ. കേക്ക് മുറിക്കുന്ന പോലെ തന്നെ നമുക്കിതങ്ങ് പൊട്ടിക്കാം. ഒരു ഗിഫ്റ്റ് വൗച്ചറൊക്കെ കൂടെ ഉണ്ടോയെന്ന് തോന്നുന്നു കേട്ടോ. വൗച്ചർ എന്താണെന്നറിയില്ല, നോക്കാം നമുക്ക്. ഹാപ്പി ബർത്ത്ഡേ ദീപ എന്ന് തന്നെ പറയാം. തന്ന ആളിവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് മനസ്സിലായി. അപ്പോൾ ഇതാണ്. ഓക്കെ, വീണ്ടും അതിനകത്തുണ്ട്. മറ്റേത് സ്റ്റിക്കർ, ഇങ്ങനെ പ്ലാസ്റ്റിക്കിലാണ് സ്റ്റിക്കർ ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 2 എണ്ണം ഉണ്ട്. രണ്ടില്ല. ഞാൻ റിവ്യൂ ഒന്നും അല്ല കേട്ടോ. എനിക്ക് എൻ്റെ ഗിഫ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. എനിക്കിതിൻ്റെ റിവ്യൂ ഒന്നും എനിക്ക് പറയാൻ അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. പോകെ എനിക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കിതൊന്നുകൂടെ പൊട്ടിക്കാവേ. അകത്തേക്ക് നോക്കണ്ടേ. ഓ വാവ്, കാണാൻ നല്ല ശൈലുണ്ട്. ഓക്കെ, നമ്മൾ ഫോണെ കുത്തുന്ന പിന്നെ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഇതുപോലത്തെ 2 എണ്ണം. ഇത് പിന്നെ ഇതിനകത്ത് എന്താണെന്നുള്ളതൊക്കെ ഉണ്ടത്. ഇത് നമ്മുടെ ആൻഡ്രോയിഡിനും ഇത് ഐഫോണിനും ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ തൽക്കാലമില്ല. ഐഫോൺ വാങ്ങിക്കുമ്പോഴല്ലേ അതെൻ്റെ ഈ ജന്മത്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ചാർജ് ചെയ്യുന്ന കേട്ടോ. ഇത് ചാർജ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ചാർജ് ചെയ്യുന്നത് 2നും ഉണ്ട്. പിന്നെ ഇത് സ്വിച്ച് ഓൺ ഓഫ് ഇവിടെ. പിന്നെ ഇതാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ചാർജിങ് കേബിൾ ഇതിനകത്തുണ്ട്. ചാർജ് ചെയ്യാനുള്ള കേബിൾ. ഇത്രയും സാധനമാണ് ഉള്ളത്. ഇതിപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ മോനോട് ചോദിച്ചപ്പോഴാണ് ഇതിങ്ങനെ ഐഫോണിന് കുത്തുന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആവശ്യമില്ല, നമുക്ക് നല്ല സൂക്ഷിച്ച് വെച്ചേക്കാം. ഇത് ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്
അതിൻ്റെ റിവ്യൂ ആയിട്ടല്ല, എന്നാലും ഞാൻ ഉപയോഗിച്ചുള്ള എൻ്റെ പരിചയം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അടുത്ത വീഡിയോയിലല്ല, ഇല്ലെങ്കിൽ പിന്നത്തെ വീഡിയോ ആയിട്ടല്ല, മുമ്പോട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോയും ഞാൻ ഇതിനെപ്പറ്റി മൈക്ക് നല്ലതാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.